ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ റിവ്യൂവിൽ നോക്കാൻ പോകുന്ന ഒരു കവാസാക്കിൻ്റെ സൂപ്പർ ബൈക്കിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് Z900 ഓണർഷിപ്പ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് രാവിലെ പറഞ്ഞു തരികയും രാവിലെ നമുക്ക് വണ്ടി എടുത്തിട്ട് എത്ര ആളായി? ഏകദേശം ഇപ്പം 1 കൊല്ലമായിട്ടുണ്ട്. 1 ഇയർ ആയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഇപ്പം? ഇപ്പോൾ ഒരു 4000 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതാണ്? കരിസ്മയായിരുന്നു. കരിഷ്മ ഏതായിരുന്നു? 6000. ഓക്കെ, അതെത്ര നാൾ യൂസ് ചെയ്തു? 3-4 കൊല്ലം. ഓക്കെ, അതിൽ നിന്ന് ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനൊരു ഇതെന്തായിരുന്നു? അത് ചെറുതിലേ മുതലൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ, ഒരു സൂപ്പർ ബൈക്ക് മേടിക്കണം. പിന്നെ നോക്കി നടന്ന് കുറേ അന്വേഷിച്ച് എല്ലാം കൊണ്ട് അഫോർഡബിൾ ആണെന്ന് തോന്നിയൊരു ബൈക്ക് ഇതായിരുന്നു. ഓക്കെ, അങ്ങനെ മേടിച്ചാണ്. ഓക്കെ ഓക്കെ അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനു മുമ്പ് സൂപ്പർ ബൈക്ക് ഞാൻ കുറെ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫറൻസ്. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഒന്നും ഇല്ലാത്ത കാരണം എപ്പോഴും ഒരു ഫണ്ണാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വണ്ടിയിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഇതുണ്ടോ? വണ്ടിയെ മനസ്സിലാക്കിയിട്ട് ഓടിക്കണം. മെയിനായിട്ട് അതാണ്. വണ്ടിയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഓടിക്കുക. ഓക്കെ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോൾ ടെയിൽ ടൈഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ എൻജിൻ ഗാർഡ് മാത്രം. ഇത് രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ റേഡിയേറ്ററിന്റെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് എത്ര എൻജിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്? 6200. ഓക്കെ, ഇതിന് സർവീസ് കോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയാം ജസ്റ്റ്. മെയിൻ സർവീസ് എന്ന് പറയുന്നത് 12000 കിലോമീറ്ററിലാണ്. ഓക്കെ, അത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച അങ്ങോട്ട് ചെയ്യുള്ളൂ. അത് കറക്റ്റ് അറിയില്ല. എന്നാലും ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. അത് ഏകദേശം ഒരു 9000 ആയിരുന്നു. പിന്നെ ഒരു 6 മാസത്തിലൊരു സർവീസ് ചെയ്തത് അതൊരു 3000 താഴെ ആയിട്ടുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്ത ടൈമിൽ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? ഓൺ റോഡ് 10,20,000 രൂപ. 10,20,000. ഓക്കെ, ഇത് എത്ര ലോങ് പോയിട്ടുണ്ട് എടുത്തിട്ട് വണ്ടി? ഇതെടുത്തിട്ട് അങ്ങനെ അധികം ലോങ് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. മൂന്നാർ അങ്ങനെ റേഞ്ച് പോയിട്ടുള്ളൂ. നമുക്കിത് വെച്ചൊരു 500 കിലോമീറ്റർ ആ റൈഡൊക്കെ ലോങ് പോവാണെങ്കിൽ നമ്മളൊരു അങ്ങനെ ഫ്യൂൽ എക്കോണമി ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇതിനകത്ത് സിറ്റി റൈഡൊക്കെ ചെയ്യുമ്പോൾ ഒരു 16 കാണിക്കുന്നുണ്ട്. 16. ഓക്കെ, എന്തായാലും ലോങ് പോകുമ്പോൾ അതിൽ കൂടുതൽ കിട്ടും. മൂന്നാർ പോയി ടൈമിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അത്. ഓക്കെ, കളറാട്ടെ ഇതിനകത്ത് ഫ്രെയിമിനകത്ത് ഗ്രീൻ ഉള്ളത് അതിനകത്ത് എഴുതിയിട്ടില്ല. ഇപ്പൊ മോഡിഫൈ ചെയ്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു. ക്രാഷ് കാർഡ് ഉണ്ടായിരുന്നത്. ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഫ്രണ്ട്സ്, നമുക്കിനി വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടിയുടെ മൈലേജ്, അതേപോലെ തന്നെ വണ്ടിയുടെ പവർ കാര്യങ്ങൾ, വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കേസ് നമുക്ക് ഈ വണ്ടി നോക്കുകയാണെങ്കിൽ 2 കളർ വേരിയൻറ്റിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. 2 കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെറ്റാലിക് ഗ്രീൻ, പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ കളറ് ക്യാൻഡി ഗ്രീനാണ്. ഈ കളറും നമുക്ക് അവൈലബിൾ ഉണ്ട്. പിന്നെ വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ 123.6 bhp 9500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ടോർക്ക് ഒക്കെ ആണെങ്കിൽ 98.6 ടോർക്കിൽ 7200 RPM ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 940 cc ആണ് വണ്ടി. 6 സ്പീഡ് ഗിയർ ബോക്സ് സിസ്റ്റം വരുന്നുണ്ട്. 6 സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്കൊരു 100 സിമ്പിളായിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റെല്ലിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്റ്റെല്ലിൽ ഇട്ടിട്ടുണ്ട്. മിനി റോക്കറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റൈലിൽ ഇതിനകത്ത് അവതരിച്ചു. അതേപോലെ തന്നെ മിനി റോക്കറ്റ് തന്നെയാണ് വണ്ടി. അതേപോലെ തന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 17 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ്. അത്യാവശ്യം നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല 17 ലിറ്റർ കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കർ സൈസ് നോക്കുകയാണെങ്കിൽ 300 mm, അതുപോലെ തന്നെ റേസ് സൈസ് നോക്കുകയാണെങ്കിൽ 250 mm ആണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്യുന്ന ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ച് ടയേഴ്സാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അലോവിയാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത് സൂപ്പർ ബൈക്ക് എന്ന് വെച്ചാൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകും. നല്ല രീതിയിലുള്ളൊരു അലോവി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വരുന്നത് ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. പിന്നെ മെയിനായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ്
രീതിയിൽ തന്നെ ഒരു എക്സോസ്റ്റ് പൈപ്പ് നമുക്ക് കൂടെ വരുന്നുണ്ട്. വലിയ മോശമില്ലാത്ത രീതിയിൽ നല്ലൊരു എക്സോസ്റ്റ് പൈപ്പ് കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നേരത്തെ പറഞ്ഞ ടൈൽ ലൈമ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, ഓൾറെഡി LTD കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിനി വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വണ്ടിയുടെ മെട്രോ കൺസോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫുള്ളി ഡിജിറ്റൽ മെട്രോ കൺസോളാണ് വരുന്നത്. ആരും പഠിക്കണ്ട, ജസ്റ്റ് വണ്ടി ഓൺ ചെയ്ത് തന്നെ സെൻസേഴ്സൊക്കെ വർക്കാവുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കേട്ടത്. അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു മെട്രോ കൺസോൾ, അത് കയറി ഇറങ്ങി വരുന്ന RPM അടിക്കുന്നവർ കാണാൻ നല്ലൊരു രസം തന്നെയാണ് വണ്ടി. പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ ഇത് ഓണാക്കി ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്ര ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമാണ് വണ്ടി നമുക്ക് മൂവ് ചെയ്യാവൂ. വണ്ടി എക്സോസ്റ്റ് പൈപ്പിന് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ഡിജിറ്റൽ ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഓടിക്കുന്ന ടൈമിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ സൗണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഡിഫറൻസ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ വന്നൊരു വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കാം. വണ്ടി മാക്സിമം പവറും വണ്ടി പുള്ളിങ് നമുക്ക് എന്തായാലും ഓടിച്ചുകൊണ്ട് വരാൻ നമുക്ക് വണ്ടിയുടെ പവറും പുള്ളിങ്ങും നോക്കാം. അപ്പോൾ ഈ റോഡിൽ എന്തായാലും മാക്സിമം വണ്ടി ഫുൾ സ്പീഡ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് നേരത്തെ പറഞ്ഞത് സ്പീഡിൽ തന്നെ നമുക്ക് വണ്ടി 100% നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു മിനി റോക്കറ്റ് തന്നെയാണ് വണ്ടി. ജസ്റ്റ് ഒരു പവർ കാണിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ബേസിക് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. നമ്മുടെ ബേസിക്കായിട്ടൊരു ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ പുതിയ വീഡിയോയിൽ കാണാൻ വേണ്ടി മറക്കാതെ തന്നെ എൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ ഇങ്ങനെ പോരാൻ വേണ്ടി ജസ്റ്റ് അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.